ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഭൂട്ടോ പർബോ എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ 3 വ്യത്യസ്ത കഥകളാണുള്ളത്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അമാനുഷികത എന്ന ഒരേ ഒരു ഘടകമാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമുക്ക് കമലേഷ് എന്ന പേരുള്ള ഒരാളെ കാണിച്ചു തരുന്നുണ്ട്. ഇയാളുടെ വീട് പണിയുന്ന ജോലികളൊക്കെ ഇയാൾ നോക്കി നടത്തുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വരുന്നത്. വരുന്ന ആളുടെ പേര് അവിനാശ് എന്നാണ്. വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് അയാൾ അദ്ദേഹത്തെ ഇരുത്തുന്നു. ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതായി ഒരാൾ വരുന്നു. അയാളുടെ പേര് രേവന്ത് എന്നാണ്. ഇവർ മൂന്നുപേരും ഫ്രണ്ട്സ് ആണോ എന്നറിയില്ല, എന്നാൽ മുൻപരിചയമില്ലാത്തവർ സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത്. ആദ്യം ഇവർ മൂന്നുപേരും ജനറലായി സംസാരിക്കുന്നു. അതിനുശേഷം ആരാദ്യം കഥ പറയും എന്ന കമലേഷ് ചോദിക്കുകയാണ്. ഈ വീട്ടിൽ തന്നെയുള്ള ആളാണല്ലോ അയാൾ, അതുകൊണ്ട് ആരാദ്യം കഥ പറയും എന്ന് അയാൾ ചോദിക്കുകയാണ്. ഈ വീട്ടിലേക്ക് ഫസ്റ്റ് അവിനാശ് എന്നൊരാൾ വന്നില്ലേ, അയാളെ കണ്ടാൽ ഒരു ജമീന്ദാർ ലുക്കൊക്കെ ഉണ്ട്. ഇയാൾ തന്നെ ആദ്യം കഥ പറയട്ടെ എന്ന് അടുത്തുള്ള രേവന്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിനാശ് ഞാൻ തന്നെ എൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഇയാളുടെ വോയിസ് ഓവറിലൂടെ ഈ കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇയാൾ രാജവംശത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് സാമ്പത്തികമായി നല്ല ചുറ്റുപാടാണ്. ഇയാൾ ഇത്രയും കാലം തന്റെ മുത്തശ്ശിയെ പോലുള്ള ഒരാളുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഇയാൾക്ക് കല്യാണം കഴിഞ്ഞത്. അവിനാശ് കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് മീന എന്നാണ്. ഇയാൾക്ക് മീനയെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും മീനയെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മീനയാണെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ ഈ വിവരമൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ചെറുപ്പം മുതൽ നിന്നെ നല്ല രീതിയിൽ വളർത്തിയത് ഞാനാണ്, എന്നെ വിട്ടിട്ട് പോകാൻ പോവാണോ എന്ന് മുത്തശ്ശി കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, എനിക്ക് അവളുടെ കൂടെ തനിയെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളതൊന്നും മനസ്സിലാക്കി എന്നെ വിടണം എന്നൊക്കെ അയാൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ശരി, നീ പൊക്കോളൂ എന്ന് അവരും പറഞ്ഞയക്കുന്നു. ഇയാൾ പണക്കാരനാണെന്ന് പറഞ്ഞില്ലേ, വേറൊരു സ്ഥലത്തും ഇയാൾക്കൊരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് ഇയാൾ പോകാൻ തുടങ്ങുന്നത്. ഇയാൾ പുറത്തു വരുമ്പോൾ ഇയാളുടെ വൈഫ് മീന കാറിലിരിക്കുന്നുണ്ട്. ഇയാളും കയറി യാത്ര തിരിക്കുന്നുണ്ട്. മീനയുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. അവൾക്ക് സ്വർണ്ണം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അതും എപ്പോഴും കയ്യിൽ തന്നെ വെക്കണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. ഇയാൾ ജനറലായി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവൾ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഇയാൾ അവളെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അവളെ സംബന്ധിച്ച് സ്വർണ്ണത്തോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. ഇവർ ഇയാളുടെ മറ്റേ വീട്ടിലേക്ക് വരുന്നു. ഇയാൾ കുട്ടിയായിരിക്കുമ്പോൾ ഒക്കെ ഈ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഈ വീട്ടിലിപ്പോൾ ഒരു പ്രായമായ ആളുണ്ട്. അയാളാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലൊരു തത്തയുണ്ട്. ആ തത്ത എല്ലാവരുടെയും പേര് വിളിച്ച് പറയുന്നുണ്ട്. വൈഫും ആ തത്തയോടൊപ്പം കുറച്ച് നേരം കളിക്കുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് പോകുന്നു. ഇയാളും ആ പ്രായമുള്ള ആളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനുള്ളിൽ വൈഫ് വാതിലുകൾ വലിയ ശബ്ദത്തിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കാനായി ഇയാൾ അകത്തേക്ക് വരാണ്. അടുത്തായി ഒരു നദീതീരമുണ്ട്. ഇതാണോ ഗംഗാ നദി എന്ന് വൈഫ് ചോദിക്കുകയാണ്. അല്ലല്ല, ഇത് ഗംഗാ നദിയല്ല എന്ന് ഇയാളും പറയുന്നു. അതുപോലെ ഇയാൾ തൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോയിൽ അവർ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചാണ് പോസ് ചെയ്തിരിക്കുന്നത്. ഈ ലേഡിക്ക് ജ്വല്ലറി എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അവളെല്ലാം മറന്ന് ആ ഫോട്ടോയിലെ സ്വർണ്ണത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇയാൾ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നതേയില്ല. അവൾക്ക് എന്ത് സംസാരിക്കണോ അത് മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. എന്താണ് ഇവൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ എന്ന് അവിനാശിന് ചെറിയ സങ്കടം വരുന്നുണ്ട്. ആ തത്ത പേര് വിളിച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവരെ നോക്കി മീന മീന എന്നൊക്കെ അത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിനാശ് അയാളുടെ ജോലി സ്ഥലത്തേക്ക് വരുന്നു. അയാൾ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുന്നില്ല. എന്നാൽ ആ ബിസിനസ് ഇപ്പോൾ കുറച്ച് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഒരു ജോലിക്കാരനോട് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിക്കാരൻ വളരെ എളിമയോടെയാണ് ഇയാളോട് സംസാരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവ നന്നായി സംസാരിക്കുന്നല്ലോ എന്ന് കരുതി ഇയാളും സംസാരിക്കുന്നു. അപ്പോൾ മാനേജർ വന്ന ഉടനെ ഇവർ രണ്ടുപേരും ബിസിനസ് നഷ്ടത്തിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ആ ജോലിക്കാരനായ പയ്യൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. മാനേജർ കുറച്ച് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നു. ആ പയ്യൻ സങ്കടത്തോടെ അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ അവിനാശും മാനേജറും സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പുതുതായി വന്ന ആ പയ്യനെ കുറിച്ച് വലിയ അഭിപ്രായമില്ല എന്ന് മാനേജർ പറയുന്നു. അതായത് ആളത്ര ശരിയല്ല, എപ്പോഴും ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അയാൾ ജാതികാരനായിരിക്കും അങ്ങനെ സംസാരിക്കുന്നതെന്ന് അവിനാശ് ചിന്തിക്കുന്നു. അവിനാശ് വീട്ടിലേക്ക് വരുമ്പോൾ വൈഫ് മീന മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ആസ്വദിക്കുകയാണ്. ഇയാളും കുറച്ച് മാറി നിന്ന് വൈഫ് ചെയ്യുന്നതൊക്കെ നോക്കി ആസ്വദിക്കുന്നു. വൈഫിന് ഇഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വൈഫും ആകാംക്ഷയോടെ അടുത്തേക്ക് വരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്, നോക്ക് എന്ന് അയാൾ പറയാണ്. അവൾ വേഗത്തിൽ അത് തുറന്നു നോക്കുന്നു. സാരിയുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ടി സ്വർണ്ണാഭരണവും വാങ്ങിയിട്ടുണ്ട്. അത് കണ്ട ഉടനെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. സൂപ്പറായിട്ടുണ്ട് എന്ന് അവൾ പറയാണ്. അവിനാശിന് വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സ് തുറന്ന് കുറച്ചു നേരം സംസാരിക്കാമെന്ന് അയാൾ നോക്കാണ്. എന്നാൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അവൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. സ്വർണ്ണം നല്ല ഭംഗിയുണ്ട്, ഇതുപോലെ ഇനി ഒരെണ്ണം കൂടി വാങ്ങിത്തരാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ഇയാൾ എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവൾ കാര്യമാക്കില്ല. എന്താണ് വൈഫ് ഇങ്ങനെ ചെയ്യുന്നത്, വൈഫിന് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇയാൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. സ്വർണ്ണം എന്ന് എപ്പോഴും സ്വർണ്ണത്തെക്കുറിച്ച് മാത്രമാണല്ലോ അവൾ സംസാരിക്കുന്നത് എന്ന് ഇയാൾ ഫീൽ ചെയ്യാണ്.
ഇപ്പോൾ രാത്രി സമയം ഇയാൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ വൈഫ് ഇയാൾ വാങ്ങി നൽകിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് അവിടേക്ക് വരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇയാളും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇയാളും വൈഫിന്റെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ പോലും വൈഫ് ചോദിക്കുന്നത്, ഇത് നിങ്ങളുടെ അമ്മയുടെ സ്വർണ്ണമാണോ? അതെവിടെയാണ് ഇരിക്കുന്നത്? ഇതുപോലത്തെ ആഭരണം എനിക്ക് വാങ്ങിത്തരുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ അവൾ സ്വർണത്തെക്കുറിച്ച് മാത്രമാണല്ലോ സംസാരിക്കുന്നത് എന്ന് ഇയാളും ചിന്തിക്കുകയാണ്. ബിസിനസ് ചെയ്യാൻ പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിനാൽ അത് പണയത്തിലാണ് ഇരിക്കുന്നത്. വൈകാതെ തന്നെ ഞാൻ അത് തിരിച്ചെടുക്കും, അതിനുശേഷം തീർച്ചയായിട്ടും നിനക്ക് തരാം എന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ എനിക്ക് കിട്ടോ എന്ന് അവൾ സന്തോഷത്തോടെ ചോദിക്കുന്നു. അവൾ ഇയാളെ കെട്ടിപ്പിടിക്കുന്നു. ഇയാളും ആഹാ കെട്ടിപ്പിടിച്ചല്ലോ എന്ന് കരുതി അവിടെ സന്തോഷിക്കുകയാണ്. ചുരുക്കത്തിൽ എൻ്റെ വൈഫിന്റെ സ്വർണത്തോട് മാത്രമായിരുന്നു താല്പര്യം. എന്തുകൊണ്ടാണ് എൻ്റെ വൈഫ് അങ്ങനെ മാറിയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇയാൾ ആ കഥ കേൾക്കുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിനാശിന്റെ ബിസിനസ് നഷ്ടത്തിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ ആ നഷ്ടം വളരെ വലിയൊരു ലെവലിലേക്ക് പോവാണ്. ഒരുപാട് പണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയാക്കാൻ കഴിയൂ എന്ന അവസ്ഥ വരുന്നു. വേഗത്തിൽ പണം റെഡിയാക്ക് എന്ന ആളുകൾ പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒട്ടും പണമില്ല, എന്നാൽ ഇയാളുടെ മുത്തശ്ശിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. ആ മുത്തശ്ശിയോട് ചോദിച്ച് ഏർപ്പാടാക്കണം, ഞാൻ പെട്ടെന്ന് തന്നെ ഏർപ്പാടാക്കാം എന്ന് അയാൾ അവരോട് സംസാരിക്കുന്നു. കഴിയുന്നതും വേഗം ചെയ്യണം എന്ന് പറഞ്ഞ ആ ആളുകൾ അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ ഇയാളും വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വൈഫ് ആ തത്തയോടൊക്കെ സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയോട് ചോദിക്കുന്നതിന് മുമ്പ് വൈഫിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് ഭർത്താവ് ചിന്തിക്കുന്നു. വൈഫ് വരുമ്പോൾ തന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇയാളും ഒരുപാട് സ്വർണം വാങ്ങി നൽകിയിട്ടുണ്ട്. ആ സ്വർണം വൈഫ് തന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നം തീർക്കാമല്ലോ എന്ന് ഇയാൾ ചിന്തിക്കുകയാണ്. ആദ്യം എൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. വൈഫ് അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. കണ്ടില്ലെന്ന് അടിച്ച് മറ്റു ജോലികൾ ചെയ്യുന്നു. ശരി, നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് കരുതി ഇയാൾ ചോദിക്കുന്നു, നിന്റെ കയ്യിൽ നിറയെ സ്വർണ്ണം ഉണ്ടല്ലോ, അതിൽ പകുതി എനിക്ക് തന്നാൽ ആ പണം വെച്ച് ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിൽ നിന്നും എനിക്ക് വേഗത്തിൽ പുറത്തു വരാൻ സാധിക്കും. വൈകാതെ തന്നെ ഞാൻ ആ സ്വർണം നിനക്ക് തിരികെ എടുത്തു തരാം എന്നൊക്കെ ഇയാൾ പറയുന്നു. എന്ത്, സ്വർണം വേണമെന്നോ? സ്വർണ്ണമൊന്നും എനിക്ക് തരാൻ പറ്റില്ല എന്നവൾ പറയുന്നു. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി കുറച്ചതാ, ഞാൻ വേഗത്തിൽ തിരിച്ചെടുത്തു തരാം എന്നൊക്കെ അയാൾ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ വൈഫ് എൻ്റെ സ്വർണം ചോദിക്കരുത്, ഞാൻ ആർക്കും തരില്ല എന്ന് തീർത്ത് പറയുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ അയാളെ തള്ളി പുറത്താക്കുന്നു. ഇയാളെ പുറത്താക്കി അവൾ വാതിലടക്കുകയാണ്. എനിക്ക് സ്വർണം പോലും വേണ്ട, എന്നെ നോക്കി സംസാരിക്കുക എന്ന് അയാൾ പറയുന്നു. എന്നാൽ അവൾ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ഇവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇയാളും ചിന്തിക്കുന്നുണ്ട്. ശരി, നമ്മുടെ പ്രശ്നം തീർക്കാനായി മുത്തശ്ശിയെ കാണാൻ പോകാമെന്ന് കരുതി ഇയാൾ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവിടെയുള്ള പ്രായമായ അങ്കിളിനോട് എൻ്റെ വൈഫിനെ ഒന്ന് നോക്കിക്കോളണേ എന്നും പറയുന്നുണ്ട്. ഇയാൾ താഴേക്ക് പോകുമ്പോൾ പോലും അവൾ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇയാൾ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകുന്നു. ഇയാളും വിഷമത്തോടെ അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ മീന അവിടെയുള്ള അങ്കിളിനെ വിളിച്ച് സംസാരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഈ സ്ഥലത്തേക്ക് വിളിക്കണം എന്ന് അവൾ പറയുന്നു. ശരി എന്ന് അയാളും സമ്മതിക്കുന്നു. ഇപ്പോൾ ആ ജോലിക്കാരൻ സംസാരിക്കാനായി അവിടെ വരുന്നു. അതായത് ഇവനെ വിശ്വസിക്കരുത് എന്ന് മാനേജർ പറഞ്ഞ ആ പയ്യൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ എനിക്കൊരു സഹായം ചെയ്യണം. എൻ്റെ ഭർത്താവ് എൻ്റെ സ്വർണം എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. എൻ്റെ സ്വർണം എനിക്ക് വേണം. എൻ്റെ സ്വർണ്ണം എടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഈ നദീതീരത്തോടെ ഈ ബോട്ട് വഴി എനിക്ക് പോകണം. എനിക്ക് വേണ്ടി ബോട്ട് ഏർപ്പാടാക്കി തരാമോ എന്ന് അവൾ ചോദിക്കുകയാണ്. ശരി, ഏർപ്പാടാക്കാം. എന്നാൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്ന് അവൻ ചോദിക്കുകയാണ്. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് ആ സ്വർണം വിറ്റാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്തായാലും പോകണം എന്ന് അവൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ അവൻ അവളെ കുറിച്ച് തെറ്റായ രീതിയിൽ സമീപിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. നീ ഇവിടെ ജോലി ചെയ്യുന്നവനാണ്, ജോലി ചെയ്യുന്നവനെ പോലെ നടന്നു, ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവനും ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രാത്രി സമയം അവൾ ആ സ്വർണ്ണമെല്ലാം അണിയാണ്. അവൻ്റെ കൂടെ ബോട്ടിൽ പോകാമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ അവൻ വേറൊരു പ്ലാനോടെയാണ് ആ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ലേഡി എന്തെങ്കിലും ചെയ്തിട്ട് ആ സ്വർണ്ണമെല്ലാം നമുക്ക് അടിച്ചെടുത്താലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. അവൻ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് നമ്മളെ കാണിക്കുന്നില്ല. അവിടെ വെച്ച് ആ സീൻ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവൻ മുത്തശ്ശിയോട് ചോദിച്ച് പണമൊക്കെ ഏർപ്പാടാക്കി വരുന്നു. അതുവഴി അയാൾ ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ആ ജോലിക്കാരനായ പയ്യൻ വന്നിട്ടില്ല. അവൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് അയാൾ ചോദിച്ചറിയാണ്. കുറച്ച് ദിവസമായി വരുന്നില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വൈഫും ഇല്ല എന്നറിയുന്നു. അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ 2-3 ദിവസമായി വൈഫിനെ കാണാനില്ല, ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. വൈഫ് എവിടെ പോകാനാ? ജോലിക്കാരനെയും കാണാനില്ല, വൈഫിനെയും കാണാനില്ല, രണ്ടുപേരും കൂടി ഒളിച്ചോടിയതായിരിക്കോ എന്നൊക്കെ അയാൾ ചിന്തിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് എന്ന് വൈഫ് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ച് ഇയാൾ വളരെ സങ്കടത്തിലാണ്. എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇയാൾ മദ്യപിച്ച് ശരീരം നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇയാളുടെ കടപ്രശ്നങ്ങളൊക്കെ തീർന്നാൽ അമ്മയുടെ സ്വർണം വരുമെന്ന് പറഞ്ഞില്ലേ? ഒരു ഘട്ടത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെയായി തീർന്നു വരുന്നുണ്ട്. ഇയാൾ മദ്യപിച്ചിരിക്കുമ്പോൾ ആ പ്രായമുള്ള അങ്കിൾ വന്നിട്ട് സ്വർണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വർണം ഇയാൾക്ക് നൽകുന്നു. ഈ സ്വർണ്ണമാണ് വൈഫ് ആഗ്രഹിച്ച് ചോദിച്ചത്. ഇപ്പോൾ ഇതണിഞ്ഞു നോക്കാൻ അവളില്ലല്ലോ എന്നൊക്കെ ഇയാൾ സങ്കടപ്പെടുന്നുണ്ട്. ഇവരുടെ വീട്ടിലുള്ള തത്ത ഇടയ്ക്കിടയ്ക്ക് മീന എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനയെ കണ്ടാലാണ് അത് അങ്ങനെ വിളിക്കുക. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് ഇയാൾ ചിന്തിക്കുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മീന എന്ന് വിളിക്കുന്നു. മീന തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് നോക്കാനായി അയാൾ ആ സ്വർണവും കയ്യിലെടുത്ത് വരുന്നു. നോക്കുമ്പോൾ മീന തന്നെയാണ് അവിടെ നടന്നു പോകുന്നത്. എന്താ മീന പോവുകയാണോ എന്ന് കരുതി ഇയാളും പുറകെ പോകാൻ തുടങ്ങുന്നു. കയ്യിൽ അവൾക്ക് വേണ്ട ആ സ്വർണവും കൊണ്ടുപോകുന്നുണ്ട്.
അവൾ അവിടെയുള്ള പുഴയുടെ അടുത്തേക്ക് പോയി കുറേശ്ശെയായി വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങാൻ തുടങ്ങുന്നു. എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങാണോ എന്ന് കരുതി ഇയാളും ഫോളോ ചെയ്യാണ്. ഇതാ നിന്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിലിറങ്ങിയവൾ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൾ പ്രേതമായിട്ടാണ് ഇയാളുടെ കണ്ണിൽ കാണുന്നത്. അത് കാണുന്ന ഇയാൾ ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. ജീവിച്ചിരുന്ന കാലത്തോളം മീന സ്വർണ്ണത്തോട് വലിയ ആർത്തിയുള്ളവളായിരുന്നില്ലേ? മരിച്ചുപോയതിനു ശേഷവും അവൾ അതുപോലെ തന്നെയാണ് മാറാൻ തുടങ്ങിയത്. അതാണ് ഞാൻ ഞെട്ടലോടെ കണ്ടത് എന്നൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇതൊക്കെ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വീടിന്റെ ഉടമസ്ഥന്റെ പേര് കമലേഷ് എന്നാണെന്ന് പറഞ്ഞില്ലേ? ഇനി അടുത്തതായി നീ നിന്റെ കഥ പറ എന്ന് രണ്ടുപേരും കമലേഷിനോട് ചോദിക്കുന്നു. ഇയാളും ഒരു കഥ പറയാൻ തുടങ്ങുന്നു. മാന്ത്രികം ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. ആ ലേഡി മരത്തിലിരുന്ന് അലറുന്നത് പോലെയും താഴെ വീണ് അലറുന്നത് പോലെയൊക്കെ കമലേഷിന് ഇടയ്ക്കിടെ സ്വപ്നം വരുന്നുണ്ട്. ഇയാളും സ്വപ്നത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. ഇടയ്ക്കിടെ ഈ സ്വപ്നം വരുന്നത് കാരണം ആ ലേഡിയെ കണ്ടുപിടിച്ച് പോയി മീറ്റ് ചെയ്യണം എന്ന് അയാൾ ചിന്തിക്കുന്നു. ആ ലേഡി എവിടെയാണുള്ളതെന്നൊന്നും ഇയാൾക്കറിയില്ല. ഇയാളും അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിലായി അലയാണ്. ഒരു ഘട്ടത്തിൽ ആ പ്രായമായ ലേഡിയുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. അവർ ശരിക്കും മന്ത്രം അതൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടെ നിങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ വരുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം പഠിപ്പിച്ചു തരാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ അവർക്ക് നൽകേണ്ട ഗുരുദക്ഷിണമൊക്കെ നൽകുന്നു. എന്നാൽ ഈ ലേഡി അതൊന്നും പഠിപ്പിച്ചു തരാൻ കഴിയില്ല, ഇവിടെ നിന്ന് പോ എന്ന് പറയുന്നുണ്ട്. ഇയാളും പ്ലീസ് പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ സമ്മതിക്കാതെ അയാളെ വിരട്ടി ഓടിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ മനസ്സ് മാറ്റണം എന്ന് ഇയാൾ കരുതുന്നു. അതിനായി അവിടെ താമസിക്കുന്ന ഒരാളോട് അയാൾ സംസാരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ, നിങ്ങളുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചോട്ടെ, അതുപോലെ എനിക്ക് സ്മോക്കിംഗ് ശീലമുണ്ട്, നിങ്ങൾക്കത് ഏർപ്പാടാക്കി തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അയാൾ പറയുന്നത്, എല്ലാം ഞാൻ ചെയ്യാം, പക്ഷെ ഞാൻ വേറെ ജാതിയിൽപ്പെട്ടവനാണ്, നിങ്ങൾ ബ്രാഹ്മണനാണ്, നിങ്ങൾക്കത് ഓക്കെ ആണോ എന്നാണ്. ഈ ജാതിയൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല, എനിക്കെല്ലാം ഓക്കെയാണ് എന്ന് കമലേഷും സമ്മതിക്കുന്നു. എങ്ങനെയെങ്കിലും കമലേഷിന് അവരുടെ അടുത്ത് നിന്നും പഠിക്കണം എന്ന് ചിന്തിക്കുകയാണ്. അതിനായി അവിടെ തന്നെ താമസിക്കാനും തുടങ്ങുന്നു. ആ ലേഡിയുള്ള സ്ഥലം ഒരു നദീതീരത്താണ്. ആ നദിയിലൂടെ ശവശരീരങ്ങളൊക്കെ ഒഴുകി വരും. ആ ശവശരീരങ്ങൾ വെച്ച് അവർ ഒരുപാട് പൂജകളൊക്കെ ചെയ്യാറുണ്ട്. അവർ പൂജ ചെയ്യുന്നത് കാണുന്ന ഇയാളും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇയാൾ ഞെട്ടുന്നതായി കാണുന്നതെല്ലാം സ്വപ്നമാണ്. ഇപ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. അവരെക്കുറിച്ച് എപ്പോഴും സ്വപ്നം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും അവരെ കാണാൻ പോകണമെന്ന് കരുതി ഇയാൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഭയങ്കരമായി ദാഹിക്കുന്നതുകൊണ്ട് ഒരു കടയിൽ കയറി വെള്ളം കുടിക്കുന്നു. ഇയാൾ ബ്രാഹ്മണനാണെന്ന് ആ കടക്കാരൻ ശ്രദ്ധിക്കുന്നു. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വിശന്നിരിക്കേണ്ട, ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് അയാൾ ഫ്രീ ആയി തന്നെ ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട്. ഞാൻ ബ്രാഹ്മണനായത് ഒരു തരത്തിൽ നന്നായി എന്ന് ഇയാളും ചിന്തിക്കുന്നു. ഇപ്പോൾ ആ ലേഡിയെ കാണാനായി ഇയാൾ വരികയാണ്. ആ ലേഡി ആദ്യം പോ എന്ന് പറയുന്നുണ്ട്. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചതാ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ആ ലേഡിയും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എൻ്റെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണല്ലോ, എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളും ഇതായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞ് ചില സാധനങ്ങളൊക്കെ പറയുന്നു. എന്നാൽ ഈ ലേഡി അവിടെ കത്തുന്ന ശവത്തിൽ നിന്നുള്ള ചാറ് എടുക്കുന്നുണ്ട്. ഇതാ കഴിക്ക് എന്ന് പറഞ്ഞ് നൽകുന്നു. ഇത് കഴിച്ചാലേ കൂടെ കൂട്ടൂ എന്ന് കരുതി ഇയാൾ കഷ്ടപ്പെട്ടത് കഴിക്കുന്നു. എന്നാൽ ഈ ലേഡി ഇവിടെ നിന്നും പോ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ച് പറഞ്ഞയക്കുന്നു. ഇയാൾ കാണാനായി വരുമ്പോഴൊക്കെ ഈ ലേഡി ചീത്ത വിളിച്ച് പറഞ്ഞു വിടുകയാണ്. എന്നാൽ സ്വപ്നത്തിൽ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പഠിക്ക് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ലേഡിയെ നാളെ വീണ്ടും പോയി കാണണം എന്ന് അയാൾ ചിന്തിക്കുകയാണ്. ആ ലേഡി ഒരു മരത്തിന് താഴെ ഇരിക്കുമ്പോൾ ഇയാളും പോയി കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്തൊന്നും എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര കഷ്ടപ്പാടാണെങ്കിലും ശരി എനിക്ക് ദയവ് ചെയ്ത് പഠിപ്പിച്ചു തരൂ എന്നൊക്കെ ഇയാൾ അപേക്ഷിക്കുകയാണ്. ശരി, ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് ആ ലേഡിയും സമ്മതിക്കുന്നു. നദീതീരത്ത് ശവശരീരങ്ങളൊക്കെ ഒഴുകിയെത്തും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്നും ഒരു സ്ത്രീയുടെ ശവശരീരം മാത്രം നീ കൊണ്ടുവരണം, ഒരു പൂജ ചെയ്യണം എന്നവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് ഇയാളും സമ്മതിക്കുകയാണ്. ഇരുട്ടിയതിന് ശേഷമേ പൂജ ചെയ്യാവൂ എന്നവർ പറഞ്ഞിരുന്നു. ഇരുട്ടുമ്പോൾ ഇയാൾ നദീതീരത്ത് വല്ല ബോഡിയും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഒരു ബോഡി അവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതൊരു സ്ത്രീയുടെ ബോഡി തന്നെയാണ്. അതുകൊണ്ടുവന്ന് ഇയാൾ ആ സ്ത്രീയെ കാണിക്കുന്നു. താന്ത്രിക മന്ത്രം എന്നൊരു കാര്യമാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ശവശരീരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നീ ചില മന്ത്രങ്ങൾ ജപിക്കണം. എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നീ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ശ്രദ്ധ തിരിയാനേ പാടില്ല. ഒരു ഘട്ടത്തിൽ നിന്റെ മുന്നിൽ ഒരാൾ വരും, അവർ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകും എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഇനി ബാക്കി നീ നോക്കിക്കോ എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ അവരവിടെ നിന്നും പോകുന്നു. അവർ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് കരുതി ഇയാൾ വീണ്ടും വീണ്ടും ആ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചെറിയ ഭയവും വരുന്നുണ്ട്. എന്നാൽ ധൈര്യം സംഭരിച്ച് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവൾ വരേണ്ടത് ഞാനാണ്, ഞാൻ വന്നു കഴിഞ്ഞു, നിനക്ക് എന്ത് വേണമെന്ന് പറയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇയാൾക്കത് കാര്യമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇയാൾ മന്ത്രം നിർത്താതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്നില്ലേ, പിന്നെ എന്തിനാണ് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിർത്ത് എന്ന് അവൾ പറയുന്നു. അല്ലല്ല, നിങ്ങൾ വരാൻ വൈകും, ഇനിയും ധൈര്യമായി ഞാൻ ഒരുപാട് നേരം പറയണം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. നിങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അയാൾ പറയുന്നു. എന്നാൽ അവൾ ഇയാളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇയാൾ വിശ്വസിക്കാതെ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ വന്ന ലേഡിക്ക് ദേഷ്യം വരാണ്. ഇവനെന്താ ശ്രദ്ധ തിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതുപോലെ അവളുടെ രൂപവും മാറാൻ തുടങ്ങുന്നു. അവളുടെ രൂപം മാറുന്നത് കാണുന്ന ഇയാൾ ഞെട്ടിത്തെറിച്ചു പോവാണ്. അവളുടെ രൂപം കണ്ട് തന്നെ ഇയാൾ ഭയപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ അവർ ആക്രമിക്കാൻ തന്നെ വരുന്നുണ്ട്. ആക്രമിക്കാൻ വരുന്നത് കൊണ്ട് ഇയാളും രക്ഷപ്പെട്ട് ഓടണം എന്ന് കരുതി വേഗത്തിൽ ഓടുകയാണ്. ചുരുക്കത്തിൽ ഇയാൾ മന്ത്രം നിർത്തിയല്ലോ, അതുകൊണ്ട് എന്തോ അപകടം വരുന്നുണ്ട്. ഇയാൾ ഓടി വരുമ്പോൾ താഴേക്ക് വീഴാണ്.
ഇയാൾ താഴെ വീണതിന് ശേഷമാണ് ആ സ്ത്രീ അവിടേക്ക് വരുന്നത്. വന്നവർ, നീയെല്ലാം കുളമാക്കിയല്ലേ, നീ കുളമാക്കിയാൽ നിന്റെ ജീവൻ തന്നെ പോവെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക് എന്ന് അവർ പറയുന്നു. എങ്ങനെയോ ഇയാളുടെ ജീവൻ രക്ഷിച്ചല്ലോ. അതുകൊണ്ട് അയാൾ പറയുന്നത്, ഈ തവണ ഞാൻ കുളമാക്കി, അടുത്ത തവണ ഞാൻ കുളമാക്കില്ല, ദയവ് ചെയ്ത് എനിക്കൊരു അവസരം കൂടി താ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നീ ശരിക്കും ചെയ്തു എന്നാണോ വിചാരിക്കുന്നത്? ഇത് ശരിയല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷൻ മാത്രമാണ് എന്നവർ പറയുന്നു. ഇയാൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ ഒന്ന് വിരൽ ഞൊടിക്കുന്നുണ്ട്. ഈ സ്ഥലം നോക്കുമ്പോൾ സാധാരണ പോലെ മാറുകയാണ്. അതായത് എനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ഇയാൾ വന്നില്ലേ, ആ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ ഇല്യൂഷനായി ക്രിയേറ്റ് ചെയ്താണ് ഈ കാര്യം അവർ ചെയ്യിപ്പിച്ചത്. അങ്ങനെ ചെയ്തതിൽ തന്നെ നീ കുളമാക്കി. യാഥാർത്ഥ്യത്തിൽ നീ ഒരു പക്ഷെ കുളമാക്കിയിരുന്നെങ്കിൽ നിന്റെ ജീവൻ അപ്പോഴേ പോയേനെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നിനക്ക് ശരിയാവില്ല, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവരയാളെ ചീത്ത വിളിച്ച് പറഞ്ഞേക്കുന്നു. വേറെ വഴിയില്ലാതെ ഇയാളും അവിടെ നിന്ന് പോകുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഇയാളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കഥ പറയുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ ബാക്കിയുള്ളവർ ആ സംശയമൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കഷനും ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഒടുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു ട്വിസ്റ്റും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീരുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ കഥ പറയാതിരിക്കുന്ന ഒരാളല്ലേ, അയാളുടെ പേര് രേവന്ത് എന്നാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി നീയാണ് കഥ പറയാൻ ബാക്കിയുള്ളത്, പറ എന്ന് ചോദിക്കുകയാണ്. ശരി, പറയാമെന്ന് പറഞ്ഞ് ഈ രേവന്തും ഇയാളുമായി ബന്ധപ്പെട്ട കഥ പറയാൻ തുടങ്ങുന്നു. ഈ കഥയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരാൾ മരിച്ചു പോയതായും അയാൾക്കുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ ഒരു പ്രായമുള്ള ആൾ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. ആ ജോലിയിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇയാൾ മരിച്ചുപോയത്. അതുകൊണ്ട് ആ പ്രായമുള്ളയാൾ ഒരു തവണ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. ആ പ്രായമുള്ളയാൾ ഇപ്പോൾ വേറൊരാളോട് സംസാരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവന്തിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനമായി ഒരാളെ വിശ്വസിച്ചയച്ചു, അവനാണെങ്കിൽ ചത്തുപോയി. രേവന്ത്, ഈ ജോലിക്ക് നീ തന്നെയാണ് കറക്റ്റ്. ഈ ജോലി മാത്രം നീ കൃത്യമായി ചെയ്താൽ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് അയാൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രായമുള്ള ആളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റണം എന്ന് കരുതുന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പേര് മാലിനി എന്നാണ്. രാജകുടുംബത്തിലെ സ്ത്രീകൾ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ മാലിനി. മാലിനിയുടെ ഭർത്താവും അതുപോലെ ചെറിയ കുട്ടിയും ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഇപ്പോൾ മാലിനി മാത്രമാണ് ആ വീട്ടിലുള്ളത്. മാലിനിയുടെ വീട്ടിൽ ഒരു വിഗ്രഹമുണ്ട്. അതിന്റെ വില വളരെ കൂടുതലാണ്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അയച്ചിരിക്കുന്നത്. എന്നാൽ അവൻ ചത്തുപോയി. അവിടെ പ്രേതങ്ങളൊക്കെ നടക്കുന്നതായി പറയുന്നുണ്ട്. ആ പ്രേതമാണ് ഇവന്റെ കഥ കഴിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ കൊട്ടാരത്തെ സംബന്ധിച്ച് താഴത്തെ ഫ്ലോറിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥ വിഗ്രഹമല്ല. കാരണം യഥാർത്ഥ വിഗ്രഹം മുകളിലുള്ള മാലിനിയുടെ റൂമിലാണ്. ആ റൂമിൽ ആ വിഗ്രഹത്തെ അവർ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകളിലുള്ള ആ റൂമിൽ കടക്കണം. അവളെ പറ്റിച്ച് ആ വിഗ്രഹം അടിച്ചു മാറ്റണം. ഇതാണ് നിനക്കുള്ള ജോലി എന്ന് രേവന്തിനോട് പറയുന്നു. നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ ജോലിയല്ല, കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണ് എന്ന് ഈ പ്രായമുള്ള ആൾ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് എളുപ്പമുള്ള ജോലിയാണ്, ഞാൻ വേഗത്തിൽ തന്നെ തീർത്തു വന്നിട്ട് നിങ്ങളെ വന്ന് കാണാം എന്ന് ഈ രേവന്ത് പറയാണ്. ഈ രേവന്ത് ആണെങ്കിൽ ഒരു വേശ്യയുടെ കൂടെ താമസിക്കുന്നതിനായി ഇടയ്ക്കിടെ വരുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയെ വിട്ടിട്ട് എന്നേക്കുമായി പോകാൻ പോവാണല്ലോ. ആ പെൺകുട്ടിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ ഇവൻ തന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ച് റൊമാൻറ്റിക്കായി സംസാരിക്കുമ്പോൾ ഇവൻ അനിഷ്ടത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ശരിക്കും നമ്മളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് അവൾക്കും ഫീൽ ചെയ്യാണ്. ഇപ്പോൾ ഇവനും പോകേണ്ട സ്ഥലത്തേക്ക് തിരിക്കുന്നു. ഈ പ്രായമുള്ള ആളാണ് അവനെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തിട്ട് അയാൾ പോകുന്നു. ഇവൻ കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള ആളാണ്. എന്നാൽ ഒരു ഭിക്ഷക്കാരനെ പോലെ വേഷം മാറിയിട്ടാണ് ഇവൻ ആ കൊട്ടാരത്തിനടുത്തേക്ക് വരുന്നത്. ആ കൊട്ടാരത്തിന് താഴെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനും ആ പൂജയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി സമയത്താണ് പൂജ നടക്കുന്നത്. രാവിലത്തെ സമയം ഇവൻ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു. രാവിലെ ആ പൂജ ചെയ്ത ആൾ ഇവൻ അവിടെ കിടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ആരാ നീ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ ഊര് തെണ്ടി നടക്കുകയാണ്. ഇവിടെ നല്ല സമാധാനം ഉള്ളതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങിയത്. ഞാൻ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ശരി, കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പൊക്കോ എന്ന് ആളുകൾ പറയുന്നു. ആക്ച്വലി ഇവിടെയുള്ള ഹെഡിന്റെ പേര് മാലിനി എന്നാണ്. അവർക്ക് താഴെ ഒരു 4-5 ജോലിക്കാരുണ്ട്. ഇവൻ ഭയങ്കര വിശപ്പിലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതാ കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് അവർ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഇവൻ കരയാൻ തുടങ്ങുകയാണ്. ഈ ഭക്ഷണം കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ എന്നൊക്കെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോവുകയാണല്ലോ വേണ്ടത്. എന്നാൽ ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, എനിക്കിവിടെ എന്തെങ്കിലും ജോലി തരാൻ സാധിക്കുമോ, ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിക്കോളാം എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ പ്രായമുള്ള ആളുടെ പേര് രംഗ എന്നാണ്. ഇയാളാണ് മാലിനിയെ നോക്കുന്നത്. ഒരു അങ്കിളിനെ പോലെ കൂടെ നിന്ന് നോക്കുകയാണ്. നീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, നിനക്ക് എങ്ങനെ ജോലി തരാൻ സാധിക്കും, നീ പൊക്കോ എന്നയാൾ പറയാണ്. എന്നാൽ ഇവൻ കെഞ്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവരം മാലിനിയുടെ കാതിലെത്തുന്നു. ഇപ്പോൾ മാലിനി സംസാരിക്കാനായി ഇവനെ വിളിക്കുകയാണ്. ഇവനും നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കാനായി വരുന്നു. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഈ പ്രായമുള്ള ആൾക്ക് ഇവനെ ചേർക്കുന്നതിൽ തീരെ താല്പര്യമില്ല. എന്നാൽ മാലിനിക്ക് കുറച്ച് ദയ തോന്നുന്നുണ്ട്. നീ ബ്രാഹ്മണനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ എന്ന് പറയുന്നു. അപ്പോൾ പൂജയൊക്കെ നിനക്ക് ചെയ്യാറിയാലോ, താഴെയുള്ള ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ജോലികളൊക്കെ നോക്കിക്കോളൂ എന്നവർ പറയുന്നു. ശരിയെന്ന് ഇവനും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും ഈ പ്രായമുള്ളയാൾ വേണ്ട എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് പാവം തോന്നുകയാണ്. അതുകൊണ്ട് ചേർക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു വഴിയായി ഈ രേവന്ത് ഈ സ്ഥലത്തേക്ക് ജോലിക്ക് കയറുന്നുണ്ട്. ഈ വിവരമൊക്കെ ആ പ്രായമുള്ള ആളോട് പറയാനായി വരുന്നു.
ആ പ്രായമുള്ളയാൾ ഭയങ്കരമായി രേവന്തിനെ അഭിനന്ദിക്കുന്നുണ്ട്. എങ്ങനെയോ സമൃദ്ധമായി വീടിനുള്ളിൽ കയറി പറ്റിയല്ലോ, ശരി ബാക്കി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇവനെ സംബന്ധിച്ച് ശരിക്കും ബ്രാഹ്മണനല്ല, ബ്രാഹ്മണനാണെന്ന് നുണ പറഞ്ഞാണ് ഈ സ്ഥലത്ത് ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വീടിന്റെ മുകളിൽ ഒരു പോർഷനുണ്ട്, താഴെ ഒരു പോർഷനുണ്ട്. ജോലിക്കാരെല്ലാവരും താഴെയാണ് നിൽക്കുന്നത്, മുകളിൽ മാലിനി മാത്രമാണ് ഉണ്ടാവുക. ഇവർക്കാർക്കും മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഇവൻ താഴെയുള്ള ആ ദേവനെ പൂജിക്കുന്ന ജോലിയും മറ്റു കാര്യങ്ങൾ നോക്കാനുമാണല്ലോ വന്നത്. ആ ജോലി വളരെ നന്നായി ചെയ്യുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കുന്നു. അവരും കുഴപ്പമില്ല, ഇവൻ നന്നായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആ പ്രായമുള്ള ആൾക്ക് തീരെ പിടിക്കുന്നതേ ഇല്ല. ഇവരെ പറ്റിക്കാനായി ഇവനും ഒരു ഐഡിയ ചെയ്യുന്നുണ്ട്. അവർ വാതിലിനടുത്ത് വരുന്നത് കണ്ട ഉടനെ ഇവൻ റൂമിലിരുന്ന് പഠിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നു. അവരും അത് കാണാനായി വരുന്നു. അപ്പോൾ ഇവനും വരൂ എന്ന് പറഞ്ഞ് ശരീരത്തിന് മുകളിൽ തോർത്തൊക്കെ ഇട്ട് മറയ്ക്കുന്നു. അവർക്ക് ഇവന്റെ ബോഡി കാണണം എന്നതിനാലാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ തോർത്തൊക്കെ ഇട്ട് അഭിനയിക്കുകയാണ്. എന്താ പുസ്തകം വായിക്കുകയാണോ എന്ന് അവർ ചോദിക്കുന്നു. അതെ, വീണ്ടും വീണ്ടും ഈ പുസ്തകം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നവൻ പറയുന്നു. മുകളിൽ ലൈബ്രറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പുസ്തകം എടുക്കാമല്ലോ എന്നവർ പറയുന്നു. അപ്പോൾ ഞാൻ മുകളിൽ വന്ന് പുസ്തകങ്ങളൊക്കെ നോക്കിക്കോട്ടെ എന്നവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്കിള് പെട്ടെന്ന് പറയുന്നുണ്ട്, മുകളിൽ ആർക്കും പോകാൻ കഴിയില്ല, അമ്മ മാത്രമാണ് മുകളിലുള്ളത് എന്നയാൾ പറയുന്നു. സാരമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകം തന്നെ വായിച്ചോളാം എന്നിവനും പറയുന്നുണ്ട്. ഇവനെ ഒരു നല്ലവനായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. ഇവന് മുകളിലേക്ക് പെർമിഷൻ കൊടുത്താലോ എന്ന് മാലിനിയും ചിന്തിക്കുന്നുണ്ട്. മാലിനിയെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭർത്താവ് മരിച്ചുപോയതാണ്. എങ്ങനെയെങ്കിലും അവരെ പ്രലോഭിപ്പിക്കണം എന്ന് കരുതി ഈ രേവന്ത് ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. അവർ മുകളിൽ നിന്നും ജനലിലൂടെ നോക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. ഇവൻ മനഃപൂർവ്വം ആ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നു. അതായത് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. തൻ്റെ ശരീരം അവർ കാണണം എന്ന് വെച്ചാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അവരും താഴേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പോൾ അവനും ബനിയനിട്ട് സംസാരിക്കാനായി വരികയാണ്. ഈ ജോലിയൊക്കെ നീ എന്തിനാണ് ചെയ്യുന്നത്? മറ്റു ജോലിക്കാരത് നോക്കിക്കോളുമല്ലോ എന്ന് അവർ പറയുന്നു. ഇതിലെന്തിരിക്കുന്നു, ഇതും ഞാൻ എൻ്റെ വീട് പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ മാലിനിക്ക് ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇവൻ ആ പെർമിഷൻ കൊടുക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആ പ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ അയാൾ വേണ്ട എന്ന് പറയുന്നു. ഇതിലെന്തിരിക്കുന്നു, ഇവൻ ലൈബ്രറി ഉപയോഗിച്ചോട്ടെ എന്ന് അവർ പറയുന്നു. ആ പ്രായമുള്ള ആൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്നാൽ ആ പ്രായമുള്ള ആൾക്ക് ഇവനോട് ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. മാലിനിക്ക് ഇവനെ വളരെ ഇഷ്ടമായി തുടങ്ങുന്നു. ഏത് ലെവലിൽ ഇഷ്ടമാവുന്നു എന്ന് വെച്ചാൽ വൈറ്റ് സാരി ധരിച്ചിരുന്ന അവർ ഇനി മുതൽ കളർ സാരിയെ കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. ആ ലെവലിൽ ഇവനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ലൈബ്രറിയിലേക്ക് ഇവർ രണ്ടുപേരും വരുന്നു. രണ്ടുപേരും പുസ്തകങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ പുസ്തകം നിനക്ക് ട്രൈ ചെയ്യാം, നല്ലതാണെന്ന് അവർ പറയുന്നു. ഏത് പുസ്തകമാണെന്ന് ചോദിച്ച് ഇവൻ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. അവരെ മുട്ടുന്നത് പോലെയാണ് നിൽക്കുന്നത്. അവരൊന്നും പറയാതെ കുറച്ച് നാണിച്ച് നിൽക്കുകയാണ്. അവർ നാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ പുസ്തകം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോവാണ്. അവർക്കും ഇവനെ വളരെ ഇഷ്ടമായി തുടങ്ങാണ്. അവൻ പോയതിനു ശേഷം അവനെക്കുറിച്ച് ആലോചിച്ച് അവർ നാണിക്കുന്നുണ്ട്. പുസ്തകം എടുത്തിട്ട് പുറത്തേക്ക് വരുന്ന അവൻ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ കാര്യം ആ പ്രായമുള്ള ആൾ കാണുന്നുണ്ട്. പ്രായമുള്ള ആളെ കണ്ട ഉടനെ അവൻ ചിരി നിർത്തുന്നു. പ്രായമുള്ള ആൾക്ക് ഇപ്പോൾ തന്നെ ഇവനിൽ നല്ല സംശയമുണ്ട്. ഇവൻ ഇടയ്ക്കിടെ ഇവരോട് ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഇതിനെയും പ്രായമുള്ളയാൾ കുറച്ച് സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ പ്രായമുള്ള ആൾക്ക് ഒരു ദിവസം എന്തോ ഒരു ജോലി വരുന്നു. ഒരു ദിവസം രാത്രി അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരികയാണ്. ഞാൻ ആ ജോലി ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല എന്നയാൾ പറയുന്നു. എന്താ തനിച്ചാക്കിയിട്ട് പോവാണെന്ന് ചിന്തിക്കുന്നത്? ഇവിടെ രേവന്നുണ്ടല്ലോ, അവൻ നോക്കിക്കോളും എന്നവർ പറയുന്നു. എനിക്ക് സംശയമേ അവൻ്റെ മേലാണല്ലോ എന്ന് പ്രായമുള്ളയാൾ ഉള്ളിൽ ചിന്തിക്കുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ അയാൾ അവരോട് പറയുന്നു. അവരും അത് സമ്മതിക്കുന്നുണ്ട്. അയാൾ പോകുമ്പോൾ അമ്മയെ നല്ല രീതിയിൽ നോക്കണം എന്ന് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ കിഴവൻ തന്നെയല്ലേ നമുക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഈ കിഴവൻ ഇന്നിപ്പോൾ പോയി. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും അത് അടിച്ചെടുക്കണം എന്ന് രേവന്ത് പ്ലാൻ ചെയ്യുന്നു. ആ വിഗ്രഹം അടിച്ചു മാറ്റണം. മാലിനിയെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യണം എന്നവൻ ചിന്തിക്കുന്നു. ഇയാൾ മാലിനിയെ കാണാൻ പോകുന്നതിന് മുമ്പ് കാറിൽ പോയി കത്തി എടുത്ത് വെക്കുന്നുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ലൈബ്രറിയിൽ നിന്നും എടുത്ത പുസ്തകം തിരികെ വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇയാൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലിനിയും വരുന്നുണ്ട്. എന്താ ഇത്ര വേഗം വായിച്ചു കഴിഞ്ഞോ എന്നവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു എന്നയാൾ പറയുന്നു. എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുകയാണ്. ഇല്ല, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ മറ്റൊരു കണ്ണോടെയാണ് കണ്ടത്. പ്രണയം എന്ന കണ്ണോടെയാണ് ഞാൻ കണ്ടത്. എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നൊക്കെ അയാൾ പറയുന്നു. ഇവർക്കും പ്രണയമുണ്ടല്ലോ, ഇവരും സാരമില്ല അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇല്ല, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നൊക്കെ ഇയാൾ അഭിനയിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇടിവെട്ടുന്നത്. ഇടിവെട്ടുമ്പോൾ സ്ത്രീകൾ പേടിക്കുമല്ലോ, അതുപോലെ ഇവർ ഭയന്ന് പെട്ടെന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു. ഇയാളും തിരിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് നടന്നു എന്ന് കരുതി അയാൾ ഭയങ്കരമായി സന്തോഷിക്കുന്നു. മാലിനിക്ക് ഇഷ്ടമാണല്ലോ, ആ കാര്യം അവർ പ്രകടിപ്പിക്കുന്നു. അടുത്ത ഷോട്ടിൽ ഇയാൾ ഇവരെ എടുത്തുകൊണ്ട് ബെഡ്റൂമുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ഇപ്പോൾ ബെഡിൽ ഇവരെ കിടത്തിയിട്ട് ഇവരുടെ കൂടെ റൊമാൻസ് ചെയ്യാം എന്ന് അയാൾ കരുതുന്നു. അങ്ങനെ റൊമാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ കണ്ണിന് മുന്നിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നു. ഇവരും ആ ചെറിയ പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇതിനു മുമ്പ് വന്നവർ എൻ്റെ കയ്യിലുള്ള ആ വിഗ്രഹം മോഷ്ടിക്കാൻ വന്നവരായിരുന്നു. നീ അവരെ ആക്രമിച്ചതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇയാൾ അങ്ങനെയല്ല, ഇയാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി തുറച്ചു നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ആരാണ് ഈ പെൺകുട്ടി എന്നത് രേവന്തിന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ രേവന്ത് പതുക്കെ ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. മോളെ, നീ ആരാണ്? എന്തിനാ മോളെ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ആ കുട്ടി മറുപടി പറയുന്നില്ലല്ലോ. ഈ കുട്ടി ആരാണ് എന്ന് അവിടെയുള്ള മാലിനിയോട് ചോദിക്കുന്നു. മാലിനിയും എൻ്റെ മകളാണ് എന്ന് പറയുന്നു. മാലിനിയുടെ മകൾ മരിച്ചു പോയതാണല്ലോ, മരിച്ചുപോയവൾ എങ്ങനെ വരും എന്ന് ഇയാൾ ചിന്തിക്കുകയാണ്. മരിച്ചുപോയ പെൺകുട്ടി പ്രേതമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത്. അവൾ അടിക്കുന്ന അടിയിൽ ഇയാൾ തെറിച്ചുപോയി വീഴുന്നു. അപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കത്തി പുറത്തേക്ക് വീഴുന്നു. ഈ കാര്യം മാലിനിയും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് മാലിനിയുടെ മകൾ പ്രേതമായി വന്ന് അമ്മയെ സംരക്ഷിക്കുകയാണ്. ഇവൾ എന്തിനാണ് അടിക്കാൻ വന്നതെന്ന് ആദ്യം അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇയാൾ തെറ്റായ ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മാലിനിക്ക് മനസ്സിലാവുന്നത്. ഇയാൾ അടിക്കുന്നത് ശരിയാണെന്ന് മാലിനിയും ചിന്തിക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ പ്രേതം ഇവനെ ഭയങ്കരമായി ആക്രമിക്കുന്നു. ജീവനം കൊണ്ട് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇയാളും തന്റെ കഥ പറഞ്ഞു തീർക്കുന്നു. ഇവർ 3 പേരും കഥ പറഞ്ഞല്ലോ. ആ കഥകളെല്ലാം ഒരേ കാലഘട്ടത്തിൽ നടന്നതല്ല. എല്ലാ കഥകൾക്കും നടുവിലായിട്ട് ഒരു 50 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 50 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവർ 3 പേരും ഒരേ ലുക്കിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ, വേറെ വേറെ ലുക്കിലായിരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് വയസ്സാകാത്തതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് അവർ റിവീൽ ചെയ്യുന്നത്. ആക്ച്വലി ഈ കഥകളൊക്കെ 3 പേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവർ പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്ഥലത്ത് നിന്നും മായയായി മാറുകയാണ്. അതായത് ഇവർ 3 പേര് പ്രേതങ്ങളാണ്. അവരാണ് ഈ കഥകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇവർ 3 പേരും പറഞ്ഞ കഥകളിൽ അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. സത്യം എന്താണെന്ന് വെച്ചാൽ ഇവർ 3 പേരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ കഥയിൽ അവിനാശ് മീനയെ പ്രേതമായി മാറുന്ന പോലെ കണ്ടില്ലേ? മീന ആക്രമിക്കുകയും ഇയാളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ കഥയിൽ കമലേഷ് ആ മന്ത്രം ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു, പരാജയപ്പെട്ടു. ആ പ്രേതത്താൽ അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കഥയിൽ ആ ചെറിയ പെൺകുട്ടിയുടെ പ്രേതം അടിച്ചു തുരത്തിയതുപോലെ കാണിച്ചില്ലേ? തുരത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാളുടെ കഥയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇവർ 3 പേരും ഇങ്ങനെയാണ് മരിച്ചുപോയത്. ഇവർ 3 പേരുമാണ് ഇപ്പോൾ പ്രേതങ്ങളായി ഉലാത്തുന്നത്. അങ്ങനെ മീറ്റ് ചെയ്താണ് ഇവർ ഓരോരുത്തരുടെ കഥയും ഷെയർ ചെയ്തത്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ വീട് കുറച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട് പോലെയാണ് കാണിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരുമില്ലാത്ത ആ വീട് നശിച്ചു കിടക്കുകയാണ്. ആ വീട്ടിൽ മീറ്റ് ചെയ്താണ് ഇവർ 3 പേരും സംസാരിച്ചത് എന്നാണ് ഇതിലെ ട്വിസ്റ്റ്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.